നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ LED ബൾബ് ഉണ്ട്. അപ്പം ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ചെറിയ രീതിയിൽ ഇങ്ങനെ മിന്നി നിൽക്കുന്നതായിട്ട്. പുറത്തേട്ട് പ്രകാശമൊന്നും വരില്ല, ചെറിയ രീതിയിൽ മിന്നി ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട്. അപ്പം ഈ ഒരു LED ബൾബ് കംപ്ലൈൻറ്റ് ആയതിനു ശേഷമാണ് അങ്ങനെ മിന്നി നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കും, വളരെ നിസ്സാരമാണ്. അപ്പം ഒന്നുകിൽ ഇങ്ങനെയുള്ള പാനൽ അല്ലെങ്കിൽ മറ്റേത് തരം റൗണ്ട് LED ബൾബ് ആണെങ്കിലും ഏത് തരം ബൾബാണെങ്കിലും അതിൻ്റെ മുകളിലത്തെ ഡെക്കൺ റിമൂവ് ചെയ്യുക. ഓക്കെ, അതിന് മുകളിലത്തെ അടപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഈ ബൾബ് തെളിയുന്നതിൻ്റെ കൂടുതൽ ഈ ഒരു 2 ബൾബ് കത്താതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ബൾബ് പോയതുകൊണ്ടാണ്, അത് ഫ്യൂസായി പോയതുകൊണ്ട്. അപ്പോൾ ഈ പോയ LED-കളുടെ 2 അറ്റവും തമ്മിൽ ഒരു ചെറിയൊരു വയർ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം കണ്ടോ, ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഫുള്ള് തെളിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു 2 LED പോയതുകൊണ്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബൾബ് വർക്ക് ചെയ്യാത്തത്. അപ്പം ഈ ഒരു പോയിന്റും അതിൻ്റെ താഴത്തെ ഈ ഒരു പോയിന്റും തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇത് തമ്മിലൊരു വയർ വെച്ച് സോൾഡർ ചെയ്ത് കൊടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു LED ബൾബ് സർവീസബിൾ ആകുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ബൾബാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള പാനൽ ബൾബിൻ്റെ അകത്താണെങ്കിലും ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഈ ഒരു LED പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു LED പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൾബും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ബാക്കിയുള്ള ഈ LED തെളിയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ LED ആണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. അപ്പോൾ വളരെ സ്വന്തമായിട്ട് നമുക്ക് നിസ്സാരമായിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള LEDs. ഓക്കെ, താങ്ക് യു.